ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ദേ നമ്മുടെ റമളാനൊക്കെ വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അതായത് നമുക്കിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെച്ചു എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ ഇബാദത്തിനും പിന്നെന്താ ഖുർആൻ ഓതാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സും പിന്നെ അതുപോലെ കുറച്ച് റെസിപ്പീസും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് മക്കളിനൊക്കെ ഒന്ന് സെറ്റാക്കി നിർത്തണം കേട്ടോ. അപ്പോൾ നമ്മുടെ നോമ്പ് വരുന്നതിന് മുമ്പ് നമുക്ക് കുറേ ഈ പ്രിപ്പറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളുടെ ഒക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ തലേദിവസം ഞാൻ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ടും വേണ്ടി വരുന്നത് ഈ പച്ചക്കറികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. ഫുള്ളായിട്ട് സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല, ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തോന്നൂലേ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സ് കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ജസ്റ്റ് അതും ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അത്രയും നേരം കഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത കുറേ കാര്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഇമോജി എങ്കിലും ഒന്ന് കമൻറ്റെങ്കിലും ഇടാം. അപ്പോൾ ഞാൻ കുറച്ച് വെജീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നോക്കിയപ്പോൾ നമ്മുടെ ലോങ് ആൻഡ് ഫ്രൂട്ടും സ്ട്രോബെറി നല്ല ഫ്രഷ് ആയതുണ്ടായിരുന്നു. അപ്പോൾ എന്തിനെങ്കിലും ജ്യൂസ് അടിക്കാനോ അല്ലെങ്കിൽ ഷേക്ക് അടിക്കാനോ വേണ്ടി വരുന്നിട്ട് സ്ട്രോബെറി എടുത്തു കേട്ടോ. പിന്നെ ഈ ചെറിയ പൊട്ടാറ്റോ അല്ലേ, അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സവാള ഒത്തിരി ആവശ്യമുള്ളൊരു സമയമാണ് റമളാൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ സവാള എന്നിട്ട് ഒരു 3-4 കിലോൻ്റെ പാക്കും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ദേ നമ്മുടെ മെയിൻ സംഭവം നോമ്പിന് സ്വിറ്റ്സിൻ്റെ ഈ സമോസ ഷീറ്റും പിന്നെ അതുപോലെ സ്പ്രിംഗ് റോളും ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതെടുക്കുന്നത്. പിന്നെ ഇതേ അവിടെ നിന്ന് കുറേ നേരം പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നല്ലോണം വിശന്നു. അപ്പോൾ ഒരു സാലഡും കൂടെ എടുത്തിട്ട് നമ്മൾ പിന്നെ കാറിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു. പിന്നെ അതിന് ശേഷം ചിക്കനും മട്ടൻ്റെയും മിൻസ്ഡ് ചിക്കൻ എന്ന് പറയും, അതെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അതേ നമ്മൾ അതിന് ശേഷം ഞാൻ ഉള്ളിയൊക്കെ എടുത്ത് വെച്ച് എല്ലാം ഒന്ന് ഞാനല്ല തൊലിച്ചത്, ഉള്ളി എനിക്ക് തൊലിച്ചു തന്നത് ഹയാനും റണക്കുട്ടിയും കൂടെ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം കേട്ടോ, ക്ലീനിങ് കാര്യങ്ങളൊക്കെ. നമുക്ക് ഈ റമളാനിലൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്ന ഒരു സംഭവം സവാളയാണെന്ന് പറഞ്ഞല്ലോ. അത് കട്ട് ചെയ്ത് വെക്കൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയാണ് കേട്ടോ. ചിലപ്പോൾ അതൊക്കെ നമുക്ക് നല്ല മടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ആ സമയത്ത് കട്ട് ചെയ്യാതിരിക്കാൻ എന്താ ചെയ്യുക ഞാൻ എന്നുള്ളതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് എങ്ങനെയെന്നുള്ളതൊക്കെ. പിന്നെ ഇതേ ഞാനിപ്പോൾ കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കുറച്ചെടുത്തു. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ചോപ്പറിലിട്ട് വന്നിട്ട് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പൗച്ച്, പിന്നെ അതുപോലെ ചിക്കൻ്റെ സമോസ, പിന്നെ പാകിസ്ഥാനിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മട്ടൻ്റെ ഒരു പാട്ടി എന്ന് പറയും, അതും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. സ്വിറ്റ്സിൻ്റെ സ്പ്രിംഗ് റോളും സമോസ ഷീറ്റുമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് നമ്മുടെ ഇവിടെ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അതിനുകൊണ്ടാണ് നമ്മൾ സ്വിറ്റ്സിൻ്റെ തന്നെ എടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് വെജീസും കൂടിയുണ്ട്, അതൊക്കെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫില്ലിങ്സ് ഉണ്ടാക്കാനുള്ള വെജീസാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാപ്സിക്കം ഇല്ല, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ഫില്ലിങ്സിൽ ഇൻക്ലൂഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം ഞാൻ ഫസ്റ്റത്തെ സമോസ ഷീറ്റിനുള്ളതും ചിക്കൻ പൗച്ചിനുള്ള സംഭവമാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്.
ഇതിൽ വന്നിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് നമ്മുടെ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ആ പച്ചമുളകിൻ്റെ ടേസ്റ്റിനും ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റിനും അടിപൊളിയായിരിക്കും. പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് ക്രീമി ആയിട്ടും കൂടെ കിട്ടും കേട്ടോ. ഇപ്പോൾ അടുത്തായിട്ട് നമ്മുടെ മിൻസ്ഡ് ചിക്കനാണിത്. പിന്നെ ചിക്കനും വിങ്സും കൂടെ വാങ്ങിയിട്ടുണ്ട്. രണ്ടും ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്രീസറിൽ വെച്ചതല്ലേ. പിന്നെ ഇത് വന്നിട്ട് മിൻസ്ഡ് മട്ടനാണ്, അതായത് കീമ അല്ലേ, കൈമ, അതുപോലെ ഇവർ മെഷീനിലിട്ട് ആക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ നമ്മുടെ ഫില്ലിങ്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ചിക്കൻ ഇടുന്നേക്കാളും കുറച്ചും കൂടെ നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ സെക്കൻഡ് റെസിപ്പി ഉണ്ടാക്കുന്നതിലേക്ക്, അതായത് പാകിസ്ഥാനി ആ റെസിപ്പിയിൽ അത് ഉണ്ടാക്കുന്നതിലേക്ക് നമ്മുടെ മട്ടൻ വന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിൽ കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ആവശ്യത്തിന് വെള്ളം, വെള്ളം കുറച്ച് കൂടുതലായിട്ട് ഒഴിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ റമളാനിൽ അതിൻ്റെ വെള്ളമില്ലേ സ്റ്റോക്ക് കിട്ടുമല്ലോ, ആ സ്റ്റോക്ക് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പല റെസിപ്പീസിലിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒരു 6-7 വിസിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഡില്ലാണ് കേട്ടോ. ഇത് എന്താണെന്ന്, ഏത് ചെടിയിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ് എന്ന് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടണേ. നല്ല സംഭവമാണ്. ഈ ഫോറിനേഴ്സൊക്കെ അവരുടെ മിക്ക റെസിപ്പീസിലും ഇടുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ മല്ലിയിലിടുന്ന പോലെ അവരിടും കേട്ടോ. ഇത് ഒരു പ്രത്യേക ഒരു മണമാണിത്. നമുക്ക് പിന്നെ ഇന്ന് ഫില്ലിങ്സിന് കുറേ മല്ലിയിലയും വേണം. അതുപോലെ മല്ലിയില എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതും കാണിക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി എങ്ങനെ നമുക്ക് പൊതുവേ നമ്മുടെ ഡിഷിനൊക്കെ ഒരുപാട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണ്ടി വരില്ല. അപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് തൊലിയൊക്കെ കളഞ്ഞ് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ വെളുത്തുള്ളി ഇതുപോലെ ഒരു ചോപ്പറിലിട്ടിട്ട് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തോല് വേറെ ആയിട്ട് വരും കേട്ടോ. അതും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് പിന്നെ നമ്മുടെ മിൻസ്ഡ് ചിക്കൻ വന്നിട്ട് വെള്ളത്തിൽ കുതിർത്തൊന്ന് വാഷ് ചെയ്തെടുത്തതാണ്. പിന്നെ അതേ ഞാൻ അപ്പോഴേക്കും നമുക്ക് വേണ്ട ഫില്ലിങ്സിന് വേണ്ട എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇന്നൊരു ദിവസം നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തിന് നമുക്ക് ഒരു റിലീഫ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം നമ്മൾ ഓൾറെഡി എല്ലാം സെറ്റാക്കി വെക്കുന്നത്. അപ്പോഴേക്കും ഒരു 4-5 വിസിൽ വരുമ്പോഴേക്കും നമ്മുടെ മട്ടൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോക്കിനുള്ള അഡീഷണൽ വെള്ളമാണ് കേട്ടോ അതിൽ കണ്ടത്. ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ ചിക്കൻ പൗച്ച് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ബാക്കി മസാലകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പച്ചമുളകും ക്യാപ്സിക്കവും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അണ്ടിപ്പരിപ്പും, അതാണ് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെയും ക്യാപ്സിക്കം നമുക്ക് അധികം വേകേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആവശ്യത്തിന് കുറച്ച്, ഒരുപാട് സവാള ഇട്ട് കൊടുക്കുന്നില്ല, ഒരാവശ്യത്തിന് മാത്രം സവാള ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ചാട്ട് മസാല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുക. ഇനിയാണ് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇല്ലേ അത് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു 1/2 കിലോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്, 1/2 കിലോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫില്ലിങ്സിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഫുള്ളായിട്ട് ആ ജ്യൂസി ആയിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു ഫില്ലിങ്സ് നമുക്ക് ഏതിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതേപോലെ ഇനിയിപ്പോൾ അത് നമുക്ക് ഒരു കൂട്ടാനായിട്ട് കൂട്ടാണെങ്കിലും നന്നായിരിക്കും കേട്ടോ. ബ്രെഡൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ചിക്കൻ വേകാനും വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലീസും നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ്, അതായത് മല്ലിയിലയും കൂടെ ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കളർ ലാസ്റ്റ് നമുക്ക് നല്ലൊരു പച്ച കളറിൽ വരും കേട്ടോ. മറ്റ് ഫില്ലിങ്സ് പോലെ അല്ലാതെ റെഡ് കളർ അല്ലാതെ ഒരു പച്ച കളറിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. പിന്നെ പുതിനാൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റ്, അതായത് അടുപ്പ് നിർത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ചും കൂടെ നമ്മൾ ഗ്രീൻ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു പച്ച കളർ വന്നിട്ടുണ്ട്. ടേസ്റ്റും അതുപോലെ നന്നായിരിക്കും. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തുകൊണ്ട് എന്തോ പോലെ ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ കയ്യിൽ താങ്ക്സ് പറയും. പിന്നെ ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന ആ ഒരു സമയം മാത്രം നമ്മൾ വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാനും വേണ്ടിയിട്ട് മാറ്റി വെക്കാം.
അപ്പോൾ അടുത്ത ഫില്ലിങ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പാകിസ്ഥാനി മട്ടൻ പാട്ടി എന്നാണ് കേട്ടോ അത് പറയുന്നത്. അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ മൈദ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചൊരു 2 മിനിറ്റെങ്കിലും നമ്മൾ മിക്സ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 1/2 ലിറ്ററോളം പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കട്ട പിടിക്കുന്ന പോലെ തോന്നും, പക്ഷെ നന്നായിട്ട് കൈ വിടാതെ ഇളക്കി കഴിഞ്ഞാൽ നല്ലൊരു ക്രീമി ആ ഒരു സോസായിട്ട് കിട്ടും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. എന്നിട്ട് ഈ ഒരു ക്രീമി പേസ്റ്റ് ആയതിനു ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് ഒരുപാട് വെള്ളം പോലെ ആവരുത്, കാരണം നമ്മൾ ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇതും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് പുറത്തേക്ക് ചാടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വന്നപ്പോൾ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മറ്റൊരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വലിയുള്ളി സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മുട്ടക്കോസ് ഒരു ഹാഫ് ഫുള്ളായിട്ട്, വലിയ മുട്ടക്കോസായിരുന്നു, അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഇനി ഇതിലേക്ക് ജീരകപ്പൊടി, ഉപ്പ്, എരിവിന് ഞാൻ കുറച്ച് പാപ്രിക്ക പൗഡർ ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. മുളക് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇത് നന്നായിട്ട് മസാലയുടെ പച്ചമണം പോയതിന് ശേഷം ഒരു യെല്ലോ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത്, പിന്നെ റെഡ് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു, മല്ലിയിൽ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഡില്ല് ചെയ്ത് നമ്മുടെ ആ ഒരു ക്രീമില്ലേ അത് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ മട്ടനില്ലേ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ആ ടേസ്റ്റ് മൊത്തം അതിലേക്ക് ഇറങ്ങും. ആറാനും തണുക്കാനും വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ച് മൈദയാണ്. അത് നമ്മൾ ഈ ഷീറ്റൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാനും വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അത് കുറച്ച് കട്ടിക്ക് തന്നെ മിക്സ് ചെയ്ത് വെക്കുക. ഇതുപോലെ നമ്മൾ ഈ സമോസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസത്തിന്, ശരിക്കും പറഞ്ഞാൽ 1 മാസത്തിനൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അതിന് നാശാവേ ഫില്ലിങ്സ് എന്തെങ്കിലും മോശാവേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഫ്രീസറിൽ വെച്ചാൽ മാത്രം മതി. നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്ക് എടുത്ത് പൊരിക്കാനും പറ്റും. അപ്പോൾ നോമ്പ് സമയത്ത് പ്രത്യേകിച്ച് എണ്ണ പലഹാരമൊന്നും അധികം കഴിക്കാൻ പാടില്ല എന്നാണ്, പക്ഷെ നമ്മൾ എന്തായാലും കഴിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതല്ലേ. നമുക്ക് ഇതുപോലെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് കവറിലോ ഒക്കെ ഇതുപോലെ എടുത്തു വെച്ചാൽ മതി കേട്ടോ. അടുത്തത് ഞാൻ ഇതുപോലെ 2 ഷീറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പ്ലസ് ഷേപ്പിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണ്. കാരണം സൈഡ് ലീക്ക് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. 2 സൈഡും അതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ഒരു വശവും അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഇടയിൽ നമ്മൾ മാവ് തേച്ച് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഈ ഒരു ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കവറായി കിട്ടും കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്പ്രിംഗ് റോൾ ഷീറ്റിലാണ്. ഇതിലാണ് നമ്മൾ പാകിസ്ഥാനി മട്ടൻ പാട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ മെല്ലെ എടുത്തു കഴിഞ്ഞാൽ ഒന്നിനൊന്ന് ഒട്ടാതെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ സെക്കൻഡ് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്രിസ്പി കൂടുതലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കഴിക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഷേപ്പിലും കിട്ടുമല്ലോ. എന്നിട്ട് മോൾ ഭാഗം ഇതുപോലെ ആക്കിയിട്ട് 2 സൈഡും നമ്മുടെ മാവ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ 2 സൈഡ് ഇതുപോലെ മടക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ താഴെയും അതുപോലെ നമുക്കൊന്ന് സ്റ്റിക്കായി കിട്ടാനും വേണ്ടിയിട്ട് ഇതുപോലെ മൈദ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇതുപോലെ റോളാക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് വശമില്ലേ ഇങ്ങനെ ഓരോന്നും ലെയറായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. ഇതുപോലെ നമുക്ക് നോമ്പിന് മുമ്പ് തന്നെ കുറേ ഉണ്ടാക്കിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് കവറിൽ ഇട്ട് വെച്ചാൽ മതി. അതിനൊന്നും തന്നെ സംഭവിക്കില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് പൊരിച്ച് കഴിക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. ഒരു മാറ്റം ഉണ്ടാവില്ല. ഉള്ളിലുള്ള ഫില്ലിങ്സിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതേ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നോമ്പിന് മുമ്പ് തന്നെ ചെയ്ത് വെക്കുക. ആദ്യത്തെ കുറച്ച് നോമ്പിനൊക്കെ നമുക്ക് നല്ല ആശ്വാസം കിട്ടും കേട്ടോ. പൊരിക്കാനും
പിടിക്കാനോ ഒക്കെ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ബോക്സസ് ഒക്കെ തീർന്നു. ബാക്കിയുള്ളത് സിപ്പ് ലോക്കിലും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. എയർ ടൈറ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഉള്ളിൽ കാറ്റടക്കാത്ത രീതിയിൽ എന്തെങ്കിലും നമുക്ക് ഇതുപോലെ ഇട്ട് വെക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ റംലാൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം. എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ നിങ്ങൾക്ക് അറിയില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഈസി ആയിട്ട് നമുക്ക് ജോലി ഭാരം ആ സമയത്ത് കുറയ്ക്കാനുള്ള ടിപ്സ്, സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാം. എനിക്കും വായിക്കാനായിട്ട് പറ്റും. ആ കമൻറ്റ് വായിക്കുന്ന ഒരുപാട് പേർക്കും കൂടെ ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ ബോക്സസൊക്കെ നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്ത് പൊരിച്ചാൽ മതി. പിന്നെ അതുപോലെ മറ്റൊരു ടിപ്സാണ്, നമ്മൾ ഫില്ലിങ്സ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കണ്ടെയ്നറിൽ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ സംഭവമൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഇതിൽ റോൾ ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 2 മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ അതുപോലെ ഫില്ലിങ്സും കൂടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വെളുത്തുള്ളിയും അതുപോലെ സവാളയൊക്കെ വേണ്ടി വരും. അപ്പോൾ സവാള അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊരു 2 ദിവസത്തിനൊക്കെ നമ്മൾ ചെയ്താൽ മതി കേട്ടോ. കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീരില്ലേ നന്നായിട്ട് പിഴിഞ്ഞ് കളയുക. അതെന്താണെന്ന് വെച്ചാൽ നാശമായി പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ്. നീര് പിഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉപ്പ്, ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് ഇടുന്നത്. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നാശാവില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൂടി തന്നെ വെക്കണം. ഉള്ളി ഒരിക്കലും നമ്മൾ തുറന്ന് വെക്കരുത്. ഇതെന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു സാലഡൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോക്സിൽ നമുക്ക് സാലഡിന് വേണ്ട സംഭവങ്ങളൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ഇനിയിപ്പോൾ അടുത്തൊരു സംഭവം എന്ന് പറയുമ്പോൾ മല്ലിയില നമുക്ക് ഒരുപാടായിട്ട് വേണ്ടി വരും. ആ സമയത്ത് നമുക്കിത് കഴുകിയെടുത്ത് അങ്ങനെ ഇതൊന്നും വലിയൊരു ടൈമല്ല, പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിച്ചണിൽ വന്നതും പണി തീർന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് മല്ലിയില ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു 4 പച്ചമുളകും, നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് ആ ഓർമ്മ വേണം കേട്ടോ, നമ്മൾ എത്ര പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്, എത്ര ഉപ്പാണ് ഇട്ടിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ പച്ചമുളകും ഉപ്പും പിന്നെ അതുപോലെ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം. പക്ഷെ എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടായിരുന്നില്ല, സോ അതിന് വരെ ഞാൻ വാം വാട്ടർ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഐസ് ക്യൂബിന് ട്രേ ഉണ്ടാവില്ല, അതിലേക്ക് ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് മല്ലിയില പച്ചമുളകൊക്കെ ഇടേണ്ട ആ ഒരു ആവശ്യത്തിന് ഇതിൻ്റെ 1 or 2 ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് കഴിഞ്ഞ വർഷം നന്നായിട്ട് ഉപകാരപ്പെട്ടൊരു ടിപ്പാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇതുപോലെ ആക്കി വയ്ക്കുമ്പോൾ ഇനി ഇതെല്ലാം തന്നെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ സൂപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെജീസൊക്കെ വെക്കുന്ന സമയത്ത് ചിക്കൻ സ്റ്റോക്ക് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ മട്ടൺ വെക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഉള്ളി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ വെള്ളം ഇതുപോലെ ഐസ് ക്യൂബ്സ് ട്രേയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ആക്കി വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നോൺ വെജ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതൊരു 2 ക്യൂബ്സ് എടുത്തിട്ടു എന്ന് വെച്ചാൽ ടേസ്റ്റ് മേക്കർ ഇട്ടതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അടുത്ത് എനിക്ക് കുറച്ച് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനും വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പൊരിക്കുന്നില്ല, നമ്മളെല്ലാ സംഭവങ്ങളും ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് പൊരിച്ചാലും മതിയല്ലോ. പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും നോമ്പ് സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്ന സമയത്ത് പാത്രങ്ങൾ വലിയ വലിയ പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത ഉടനെ തന്നെ കഴുകും. അതുപോലെ മിക്സി ജാറൊക്കെ ഉണ്ടല്ലോ, എടുത്ത ഉടനെ തന്നെ കഴുകും. അതും നമുക്ക് ടൈം സേവ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കാണുമ്പോൾ ടെൻഷൻ ആവില്ലേ, ആ ഒരു ടെൻഷൻ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ ഇത് വന്നിട്ട് സവാള എങ്ങനെയാണ് നമ്മൾ ഇതുപോലെ എടുത്ത് വെക്കുക എന്നുള്ളത് പറഞ്ഞില്ലേ. കുറേ സവാള വാങ്ങിയിട്ട് നമ്മൾ അത് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് വെയിലിൽ വെച്ചിട്ട് ഒരു 10-20 ദിവസമെങ്കിലും ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഡ്രൈ ആയി കിട്ടുന്ന സവാള നമുക്ക് ഇതുപോലെ ഒരു മിക്സി ജാറിലിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നല്ല ഗ്രേവി വേണ്ട ഇത് മട്ടനോ ചിക്കനോ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള അരിയാൻ നിങ്ങൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുപ്പിയിലാക്കി വെച്ച് ഈ പൗഡർ ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, നല്ല ഗ്രേവി കിട്ടും. പിന്നെ നിങ്ങൾക്ക് താളിക്കാനൊക്കെ വേണ്ടിയിട്ട് സവാളയോ ഉള്ളി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള സവാള നമുക്കൊരു ബോക്സിൽ കുപ്പിയിലാക്കി വെക്കുക. ഇതൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ ഇതിങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇവിടെ ഷോപ്പിൽ കണ്ടിട്ടില്ല കേട്ടോ.
അപ്പോൾ അതൊക്കെ നല്ല വിലയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ എടുത്ത് വെച്ചാൽ മതി. അടുത്തതായിട്ട് നമുക്ക് വെളുത്തുള്ളി ഗാർലിക് ഇതുപോലെ നമുക്ക് നിറയെ ആവശ്യമുണ്ടാവും. അത് നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്കിതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് പൊടിച്ചിട്ട് വെയിൽ ഇതുപോലെ 10-20 ദിവസം വെച്ചിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് അതുപോലെ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാർലിക് പൗഡറായി. ഇത് നല്ലോണം വിലയുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളിക്കൊക്കെ നല്ല വിലയാണ്, കിലോ 400 എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ സെയിൽ നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ പൊടിച്ചിട്ട് നമ്മൾ ഒരു കുപ്പിയിലാക്കി വെക്കുക. നമുക്ക് വെളുത്തുള്ളി ഇടേണ്ടതിനൊക്കെ ഇതിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും നന്നായിട്ട് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് ഇതുപോലെ നമുക്ക് തക്കാളി, ഇഞ്ചി എല്ലാം തന്നെ ചെയ്ത് വെക്കാം. പക്ഷെ കുറേ ദിവസങ്ങൾ വേണമെന്ന് മാത്രം. ഒരു 10-20 ദിവസം മുമ്പ് തന്നെ നമുക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാസത്തിന് ഫുള്ളായിട്ട് ഉപയോഗിക്കാനുള്ള സംഭവം ഉണ്ടാവും കേട്ടോ. പിന്നെ അതേ നമ്മുടെ ഇന്നത്തെ അത്യാവശ്യ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വേറെയും കുറേ പുതിയ ടിപ്സായിട്ട് വരാം. നിങ്ങളും ടിപ്സ് ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കും അറിയാത്ത കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ട് പറ്റുമല്ലോ. പിന്നെ ഇത് എല്ലാം ഞാൻ അടുക്കി പെറുക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് പോയി കിടന്നുറങ്ങണം കേട്ടോ. രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ പണികളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും. പക്ഷെ ഒരു ദിവസം നമ്മളിങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തിന് മീൻസ് നോമ്പിൻ്റെ ഒരു 10 ദിവസത്തിനെങ്കിലും നമുക്ക് സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതേ പിറ്റേ ദിവസം മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തെ ഒരു ഇതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ നമുക്ക് കുട്ടികൾ സ്കൂൾ വിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നോമ്പിന് മാത്രമല്ല മക്കൾക്ക് പുറത്തുനിന്ന് കടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് എടുത്ത് അവർ ചോദിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ അവർക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം വെച്ചിട്ട് പൊരിക്കാൻ നോക്കിയപ്പോൾ ഒരുപാട് സ്ഥലം മുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതെടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചിക്കൻ പൗച്ചാണ് കേട്ടോ പൊരിക്കാനും വേണ്ടിയിട്ട് ഇട്ടത്. ഫ്രീസറിന് എടുത്ത് വെച്ചോ നമുക്കിങ്ങനെ പൊരിക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഒന്നും തന്നെ സംഭവിക്കുന്നില്ല, ഒരു ക്രാക്കോ പൊട്ടലോ അങ്ങനത്തെ സംഭവം ഒന്നും തന്നെ ഇല്ല. നല്ലൊരു ഗോൾഡൻ കളർ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കിത് എടുത്തു വെക്കാം കേട്ടോ. എണ്ണയിൽ പൊരിക്കണ്ടാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ തന്നെ ബേക്ക് ചെയ്ത് ഓവനിൽ വേണമെങ്കിൽ ബേക്ക് ചെയ്ത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്ത് എടുക്കാനൊക്കെ പറ്റും. നമുക്ക് പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കാണാൻ തന്നെ നല്ല രസമുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് മസ്റ്റാർഡ് സോസാണ് കുറച്ച് വയ്ക്കുന്നത്. കെച്ചപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ മസ്റ്റാർഡ് സോസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതേ മക്കളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ സമോസയും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുമ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സംഭവങ്ങൾ അവർക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. അങ്ങനെ ഇതേ എല്ലാവരും വരുന്നുണ്ട്. നമ്മൾ നമ്മുടെ കോർട്ട്യാർഡിൽ വെച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റമദാനിന് നിങ്ങൾ ഇതുപോലെ സ്നാക്സൊക്കെ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇതുപോലെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്ക് സ്വിറ്റ്സിൻ്റെ ഈ ഒരു സ്പ്രിംഗ് റോൾ ഷീറ്റും സമോസ ഷീറ്റും യൂസ് ചെയ്യാം. നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്, പുറത്ത് ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഷീറ്റ്സൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ലോക്കലായിട്ടുള്ള അടുത്തുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഷോപ്പിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഈ ഒരു ഫീലിങ്സ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സും ട്രിക്സും ഒക്കെ എനിക്കും കൂടെ കമൻറ്റിലൂടെ ഒന്ന് പറയാം. ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും, എനിക്ക് ഉപകാരപ്പെടും. പിന്നെന്താണ്, അപ്പോൾ നല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ മക്കളുടെ കൂടെ ഇങ്ങനെ നമ്മൾ കുറേ നേരം പണിയെടുത്താലും അവരുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ, ഒരു പ്രത്യേക വൈബാണ്. ബൈ.